അസ്സലാമലൈക്കും. ഇപ്പൊ നേരം 7 മണി, 7 മണിയായില്ലേ? 7 മണി ആവാനായി. അപ്പൊ 7 മണി ആവാനായി. അപ്പൊ ഞങ്ങളങ്ങനെ പോകുന്ന വിചാരിച്ചാല് ഇടയ്ക്കൽ പോവാണ്. എറണാട് ഹോസ്പിറ്റലിൽ പോകണേ. എറണാട് ഇപ്പൊ തറവാടായിട്ടില്ലേ? പാനായിട്ട് ഇന്നലെ പോയിനി. അപ്പൊ ആ ഒരു പോക്കുന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയാപ്പൂനീര് പോവാണ്. ഈ ENT ഡോക്ടർ കാണാൻ പോവാണ്. അന്നത്തെ വീഡിയോയില് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ കുറെ ആൾക്കാര് എന്താ ഒറ്റയടിക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ തല്ലൂടി തിരിയുമ്പോൾ ചെറിയപ്പൂന് പിന്നെ ഇങ്ങനെ മന്ദപ്പായി ഇങ്ങനെ നിൽക്കും. പിന്നെ ഛർദ്ദിച്ചാൽ പിന്നെ ഉണ്ടാകേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അന്ന് മാർക്കത്തെ ഡോക്ടർ കാട്ടിനി ആ മരുന്ന് അച്ചയൊക്കെ അവിടെ ചെറുത് കുടിച്ചിട്ടില്ല. അപ്പൊ ഇന്നലെ ഇപ്പാനായിട്ട് പോയപ്പോ കാട്ടിയത് അതിന്റെ കാര്യം ഇപ്പാനായിട്ട് അതിലേറെ ഇതായാലേ പോകുന്നു. അപ്പൊ അതിന്റെ കാര്യം ഞാൻ അറിയണ കേൾക്കുണ്ടാവും, നിങ്ങൾ അറിയണ. അപ്പം ഹോസ്പിറ്റലിലേക്ക് പോയോണ്ടിരിക്കാണ്. ഇപ്പൊ പെരീന്ന് ഇറങ്ങിയിട്ടുള്ള ആദൂന്ന് എടുത്തിട്ടില്ല. ആദൂന്ന് തണുപ്പായതുകൊണ്ട് മോനെടുത്തിട്ടില്ല. കാരണം ഈ ടൈം ആയതുകൊണ്ട് പെരും തണുപ്പ് ഈ നേരത്ത്. അപ്പൊ ഏതായാലും പോയൊക്കെ ടൈമിൽ അവിടെ എത്തിയിട്ട് എന്താ പറയാന്നറിയില്ല. പോവാ തിന്നാനല്ല പോണത്. നമ്മള് ബ്ലോക്കിനല്ലല്ലോ പോണത്. അപ്പൊ പോയോക്കട്ടെ, ഡോക്ടർ എന്താ പറയണത് നോക്കാം. അപ്പൊ ഒന്ന് പോയോക്കട്ടെ. ഡോക്ടർ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പൊ പായുണ്ട്. പറയാ എങ്ങോട്ടേ പായിന്? ഞങ്ങളപ്പം വന്നല്ലേ. പോയ കേട്ടെന്താ പറയാറ്. അങ്ങനെ നമ്മളിപ്പം ഏറനാടില്ല, ഇനി നമ്മളിവിടെ ഒരു ഫാർമസിന്റെ അവിടെ സിഗ്നപ്പോ ഇവിടെ ഒരു ENT ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നാണ്. അപ്പൊ മരുന്നും കാര്യമൊക്കെ തന്ന്. അപ്പൊ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച ഒന്ന് നോക്കാൻ പറഞ്ഞു. ചിലപ്പോ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെങ്കിൽ അല്ലേ, തലർക്കും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ചെറിയാപ്പനോട് ചോദിച്ച് എങ്ങനെയൊക്കെയാണ് എനിക്ക് തല കറങ്ങുന്നത്. അപ്പൊ ചെറിയാപ്പ് ഉദാഹരണം പറഞ്ഞു, കച്ചറ കൂടുമ്പോ ഞങ്ങള് തമ്മിൽ തല്ല് കൂടുമ്പോ ഇച്ച് തല കറങ്ങുന്നുണ്ട്. അതിന് ഡോക്ടർ അന്ന് വിട്ടേക്കണ ഇങ്ങനെ കള്ള കുറിച്ച് ഇങ്ങനെ തല്ലുന്ന ആള് വിചാരിച്ചിട്ട് വേറൊരു കാരണം പറയാന്ന്. ഞാനിങ്ങനെ പ്രഷർ ആവുമ്പോ എനിക്കിങ്ങനെ തല ഇറങ്ങുന്നു. കോട്ടഞ്ഞ് വേറെന്ന് പറ. അപ്പൊ ഞാനും കുട്ടിയോളും ഒക്കെപ്പാടെ കളിച്ചു തല ഇറങ്ങുന്നേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഒരു രോഗി ഡോക്ടറിനോട് പറയാണ് എപ്പോഴൊക്കെയാണ് എനിക്ക് തല ഇറങ്ങി. കച്ചറ കൂടും വെച്ച് തല ഇറങ്ങും. എന്നോടിങ്ങനെ അല്ലെങ്കിൽ പറയണ്ടേ എന്താ അതിന്റെ ഇടയില് പന്തൊക്കെ കാട്ടി കൊടുക്കുന്നത്. 8 കുത്തി ഇങ്ങനെ കാട്ടും വെച്ച് തലക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. വേറെന്ന് പറഞ്ഞു ഞങ്ങള് കച്ചറ കൂടലുണ്ട്. കച്ചറും അതില് ഡോക്ടർ പറഞ്ഞു ഇത് തമ്മിലൊന്നും മാച്ച് ആവണില്ലല്ലോ, നോക്കിയിട്ട് കൈ കാലോടുവോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. അതില് ഡോക്ടർ വെച്ച് ശരിക്കും പറഞ്ഞു. അതില് ഞാൻ പറഞ്ഞു നമ്മളിടക്ക് ഇങ്ങനെ ആ കച്ചറയല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു കച്ചറയല്ല, ഒന്ന് തിരിഞ്ഞു പായലൊക്കെ ഉണ്ട്. അപ്പൊ ആ തിരിഞ്ഞു പായലൊക്കെ എനിക്ക് ഇടക്ക് ചിലക്ക ഇങ്ങനെ തലർക്കം വരും. അപ്പൊ മൂപ്പർക്ക് അസുഖല്ല. കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ എന്തിനപ്പോ 12 ലിറ്റർ വെള്ളം കുടിക്കാണ്. 12 ലിറ്റർ വെള്ളമൊക്കെ നിങ്ങള് ഏറ്റവും കുടിച്ചും 10 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ എന്തായാലും ഉറങ്ങണം. ഫുഡ് ടൈമില് കഴിക്കണം. ഫുഡൊക്കെ കേറിയാലുള്ളൂ. മൊബൈല് 7 മണിക്ക് ഇച്ചു തോന്നുന്നു എന്താ ഫോങ്ങളിന്റെ ഒക്കെയാണ്, അല്ല ഒന്നല്ല. ഡോക്ടർ മരുന്നില്ല അതിന്റെ എഴുതി കൊടുത്തതാട്ടോ. മരുന്ന് ഇപ്പൊ എന്തായാലും ഓലെ എഴുതൂല. ഇതെന്താ ഈ വെള്ളം കുളി വെച്ചുണ്ട്. ഇത് വെറുതെ വാങ്ങി. ഇത് കാൽസ്യം മൂപ്പർക്ക് വന്നാലും മൂപ്പര് എന്തെങ്കിലും ഇതിന് വെറുതെ വിടുവോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ENT കണ്ടിട്ട് ഇതൊന്ന് രാത്രി നേരത്തെ ഉറങ്ങാലും ഉറക്കുളിക്കാണ്. വെറുതെ ക്ഷീണം വരുതെന്ന് പറഞ്ഞില്ലേ? ക്ഷീണം വരുന്നല്ല, ക്ഷീണം ഉള്ളവർക്ക് കൊടുക്കൊണ്ടാണ് അത്ര നേരത്തെ എഴുതണെന്ന് പറഞ്ഞത്. അതിന് ഉറക്കുളിക അല്ലെങ്കിൽ അലർജിന്റെ ഗുളിക. എന്നാ പിന്നെ ഞങ്ങൾക്ക് ആ ഡോക്ടറെ ഇജ് പറഞ്ഞ ഏതെങ്കിലും ഗുളികയിൽ ഉണ്ടോക്കട്ടെ. ഞാൻ പോയിട്ട് ഇത് വലിയ ഗുളികാണ്, വെള്ള ഗുളിക. ഗുളിന്റെ വലിപ്പം കണ്ടിട്ടേക്കല്ലേ പറയല്. നല്ല കാൽസ്യം കയറിയപ്പോ അപ്പൊ ഞങ്ങള് പോട്ടക്കുട്ടി വരിയിലുണ്ട്. പോവാ ചോട്ടിച്ച് പോയി വെള്ളവും കുടിക്കാം. ഞാൻ പിയൂലട്ടോ. എന്നാളിന്നെ
ഷോർട്ടീസ് കൊണ്ടുപോയി ഒരു ലോഡ് ഫ്രൈസും കോക്ടെയിലും ഇതാക്കി ഞാനാണ് കൊടുത്തു. അത് പ്രാവശ്യം ഞാൻ കൊടുക്കൂല. അത് നമുക്ക് പോവാം. അങ്ങനെ നമ്മളിപ്പോ ഒന്ന് ഇവിടെ കടിയിൽ കയറി സീതാപ്പഴം ചിലപ്പോ ബർഗറിന് സോസ് അയച്ചു കൊടുക്കും. ചീസ് ബർഗറാണ് ഞാൻ ആദ്യമായിട്ടൊന്ന്. രസമുണ്ടോ? അതിനുള്ളിൽ ആ കോഴി നല്ല രസല്ലേ? റോസ്റ്റ് കോഴി രസല്ല? ഓണറിയത് കിട്ടാൻ വേണ്ടി പലതും പറയും തിന്നുന്ന കാര്യത്തില്. അപ്പൊ തിന്നട ചീസൊക്കെ നോക്കാം ടി വി കാണാതില്ലേ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ വണ്ടി കയറി പോവാണ്. എന്താ എങ്ങനെ രണ്ടൊക്കെ ഇടുന്നില്ല, ഒന്ന് വെച്ചോളി. അപ്പൊ സാധനം വേണ്ടേ? ഞാൻ ബർഗർ ഓർഡർ ചെയ്തിന്റെ ബർഗർ ഫുള്ള് ഇന്നെ നെട്ടിച്ച് വാങ്ങി തിന്നു. ആര് അങ്ങനെയും പറയാം, അങ്ങനെ പറയാവൂ. പക്ഷെ ബില്ല് കൊടുക്കാൻ നേരത്ത് അവിടെ പറയണം പാതി പാതി. വരുമാനമുള്ള ആളല്ലേ, നമ്മളെ കയ്യിലല്ലോ. വരുമാനത്തിന്റെ എവിടുന്നാണാവോ നിങ്ങളെത്തുന്ന ഇങ്ങനെ കൊണ്ടാത്? അതാണോ താങ്കളുടെ വരുമാനം? അപ്പൊ ഞാൻ സാധനമൊക്കെ വാങ്ങി വേഗം പോട്ടെ. നമ്മളെ ആദ്യ പെരിയിലുണ്ട്.